ഹോർമൂസ് കടലിടുക്കിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കാൻ തന്റെ വിളികേട്ട് ലോകരാഷ്ട്രങ്ങൾ ഓടിയെത്തുമെന്ന് കരുതിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ചൈനയുടെ വക ഒരു ഒന്നാം തരം ഇരുട്ടടി. പശ്ചിമേഷ്യയിലെ സൈനിക നീക്കങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ചൈന തിങ്കളാഴ്ച ആവശ്യപ്പെട്ടതോടെ ഗൾഫ് പ്രതിസന്ധി രണ്ട് വൻശക്തികൾ തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ വടംവലിയായി മാറിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ തന്റെ വരുതിയിൽ നിൽക്കുന്ന ഒരു സഖ്യസേന രൂപീകരിക്കാനുള്ള ട്രംപിന്റെ മോഹങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ചൈന വക വലിയൊരു തടസ്സം നേരിട്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഇറാൻ അമേരിക്ക യുദ്ധം മൂന്നാം വാരത്തിലേക്ക് കടക്കവേ തന്റെ സാമൂഹിക മാധ്യമമായിട്ടുള്ള ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ശനിയാഴ്ച ട്രംപ് ലോകരാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചത്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതിന് പിന്നാലെ ഈ നാവികപാത തുറക്കാൻ ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളോട് യുദ്ധക്കപ്പലുകൾ അയക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. തങ്ങൾക്കൊപ്പം നിരവധി രാജ്യങ്ങൾ യുദ്ധക്കപ്പലുകൾ അയക്കുമെന്ന് ട്രംപ് അവകാശപ്പെട്ടെങ്കിലും ഇതിനോടാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ശക്തമായി പ്രതികരിച്ചത്. മേഖലയിലെ സംഘർഷങ്ങൾ ഇതിനകം തന്നെ ആഗോള വ്യാപാരത്തെയും ഊർജ ഗതാഗതത്തെയും ബാധിച്ചിട്ടുണ്ടെന്ന് ചൈനീസ് വക്താവ് ലിൻ ജിയാൻ വ്യക്തമാക്കി. യുദ്ധക്കപ്പലുകൾ അയക്കുമോ എന്ന കാര്യത്തിൽ ചൈനയുടെ നിലപാട് മുൻകൂട്ടി അറിയണമെന്നും ഇല്ലെങ്കിൽ ഈ മാസം നടക്കാനിരിക്കുന്ന തന്റെ ചൈനീസ് സന്ദർശനം മാറ്റിവെക്കുമെന്നുള്ള ട്രംപിന്റെ പരോക്ഷ ഭീഷണിയും ചൈന തള്ളിക്കളയുന്ന സൂചനയാണ് ഈ പ്രതികരണത്തിലുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി 28 മുതൽ അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങളും ഇറാന്റെ പ്രത്യാക്രമണങ്ങളുമാണ് ഈ വൻ പ്രതിസന്ധിക്ക് കാരണം. അമേരിക്കൻ ആക്രമണത്തിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിനെ ട്രംപ് വിശേഷിപ്പിച്ചത് തലയറുക്കപ്പെട്ട രാജ്യം എന്നാണ്. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തുന്ന ഇടപെടലുകൾ ആഗോള എണ്ണ വിതരണത്തെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. ലോകത്തെ 20% ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും കടന്നുപോകുന്ന ഈ ഒരു പാത തടസ്സപ്പെട്ടതോടെ ഇന്ധനവില ആഗോളതലത്തിൽ കുതിച്ചുയരുകയാണ്. യഥാർത്ഥത്തിൽ ഈ നാവികപാതയെ ആശ്രയിക്കുന്നത് അമേരിക്കയോ ഇസ്രയേലോ ഒന്നും തന്നെ അല്ല, മറിച്ച് ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളുടെ ഊർജ്ജ വിതരണത്തിന്റെ പ്രധാന സ്രോതസ്സാണിത്. ഇവിടെയാണ് ഈ പ്രതിസന്ധിയുടെ യഥാർത്ഥ ഭൗമരാഷ്ട്രീയ താല്പര്യങ്ങൾ മറന്നീക്കി പുറത്തു വരുന്നത്. ഹോർമൂസിലെ എണ്ണയെ അമേരിക്ക ആശ്രയിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് അവർ ഇത്ര തിടുക്കം കാണിക്കണം? ഹോർമൂസ് അടഞ്ഞുകിടന്നാൽ ആഗോള വിപണിയിൽ റഷ്യൻ എണ്ണയ്ക്ക് ആവശ്യക്കാർ ഏറും. ഇത് റഷ്യക്ക് കൂടുതൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും യുക്രൈൻ യുദ്ധം തുടരാൻ റഷ്യക്ക് അത് കരുത്താകുമെന്നും അമേരിക്ക ഭയക്കുന്നു. എന്തു തന്നെ ആയാലും ഹോർമൂസ് കടലെടുക്ക് ഏത് വിധേനയും തുറക്കുമെന്നും ഇതിനായി തീരപ്രദേശങ്ങളിലും ഇറാനിയൻ കപ്പലുകൾക്ക് നേരെയും ബോംബിടുന്നത് തുടരുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്ക സൈനിക ശക്തിയിലൂടെ മേഖലയെ വരുതിയിലാക്കാൻ ശ്രമിക്കുമ്പോൾ നയതന്ത്ര സമ്മർദ്ദത്തിലൂടെ അമേരിക്കയെ പ്രതിരോധിക്കാനാണ് ചൈനയുടെ നീക്കം. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ട്രംപിന്റെ അടുത്ത സൈനിക നീക്കത്തിലേക്കും അതിനോടുള്ള ചൈനയുടെ പ്രതികരണത്തിലേക്കുമാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.